ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിൻ ആർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് റെസിൻ ആർട്ടൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ റെസിൻ്റെ മോൾഡൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാനതൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലുള്ള പൊടികളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ എസ് ലെറ്ററിലുള്ള കീ ചെയിൻ ഞാൻ ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതെന്തോ അതിൻ്റെ ആ ഒരു കളറും തീമും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനൊന്നുകൂടി മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് റെസിൻ്റെ മോൾഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ കുറച്ച് ഷെൽസൊക്കെ അതിൻ്റെ ആ ഒരു രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഷെൽസൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളതല്ല കേട്ടോ, ബീച്ചിലൊക്കെ പോകുമ്പോൾ പല തവണയായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് സ്യൂട്ടായിട്ടുള്ള കുറച്ച് ഷെൽസൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെൻ്റെ ഒരു കുറച്ച് മുന്നുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. കീ ചെയിൻ എന്ന് മാത്രം കമൻറ്റ് വന്നിട്ടുണ്ടാവും. അത് വേറെ ആരുമില്ല, എൻ്റെ സ്വന്തം കസിൻ തന്നെയാണ്. അവൾക്ക് ഞാനൊരു കീ ചെയിൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ ഒരു റെസിനോടുള്ള ഒരു ഭയങ്കരമായ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഏതായാലും ഇനി അതങ്ങോട്ട് ഫുള്ളാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ ഹിലു ബേബി ബാഗിലുണ്ട് കേട്ടോ, അവനാണ് ഈ ചുമക്കുന്നത്. അവന് എന്തോ കഫത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അവനെൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കീ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെസിൻ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 1:2 റേഷ്യോയിലുള്ള റെസിനാണ്. അപ്പോൾ ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് നന്നായിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ കുറച്ച് സാൻഡ്, നമ്മുടെ അതും ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സാൻഡാണ്, അതെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തിട്ടുള്ളത് കേട്ടോ. അതും ഞാനൊരു റൗണ്ട് മോൾഡിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഒരു 2 ഡ്രോപ്പ് മാത്രം റെസിന് ഒറ്റിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എസ്സിൻ്റെ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് അധികം സ്പ്രെഡ് ചെയ്യാതെ കുറച്ച് ഏരിയയിൽ മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഒരു റെസിനിലേക്ക് നമ്മുടെ ഓരോ സീഷെൽസായിട്ട് ആ ഒരു റെസിൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് മുക്കിയെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ ആ ഒരു എയർ ബബിൾസ് കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെസിനിൽ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു പൊസിഷനിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം മേലെ റെസിൻ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതിൻ്റെ ശേഷം എനിക്ക് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് വീഡിയോ റെസിൻ്റെത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തതായതുകൊണ്ടാണ് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത്. ഇനി കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ റെസിനോടുള്ള ഭയങ്കരമായ ത്വര അങ്ങോട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിൻ ആർട്ട് ചെയ്യാനുള്ള ഒരു കൊതിയോണ്ട് മേടിച്ചതായിരുന്നു ഈ റെസിൻ പ്രൊഡക്ട്സൊക്കെ. അപ്പം അത് കുറച്ച് കണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങോട്ട് വിട്ടു. പക്ഷേ താല്പര്യം ഇല്ല എന്നല്ല കേട്ടോ, ഇഷ്ടമുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കമൻറ്റൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന റെസിനിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറവായിരിക്കും, എന്നാലും കഴിയുന്ന പോലെ മിക്സ് ചെയ്തിട്ട് ഞാനത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 24 ഹവേഴ്സിൻ്റെ ശേഷമാണ് ഞാനിത് ടേൺ മോൾഡ് ചെയ്തെടുക്കുന്നത്. ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ മേലെ ചെയ്തതുകൊണ്ടായിരിക്കും അതിൻ്റെ എഡ്ജൊക്കെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ അതൊക്കെ ഞാനൊരു തെർമോക്കോളിൻ്റെ നൈഫ് വെച്ചിട്ട് അതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് ഇങ്ങനെ ചുരണ്ടി കളയുന്നുണ്ട്. ഓവർ ഇതായിട്ട് ആ ഒരു ഫിനിഷിങ് പോവാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്യാനായിട്ടൊരു ടൂളുണ്ട്, പക്ഷെ ആ ടൂളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഹോള് മേൽഭാഗം ഇങ്ങനെ ക്ലോസ് ആയി നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് റെസിൻ ഒഴിച്ചപ്പോൾ ആ മേൽഭാഗം ഒന്ന് ക്ലോസ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ട്വീസർ വെച്ചിട്ടൊന്ന് ഹോള് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിന് കീ ചെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കീ ചെയിനിൻ്റെ ഹുക്ക് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ചെറിയ റിങ്ങാണ്. അപ്പോൾ ഈ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിങ് അതിലൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലോക്ക് ആവാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എക്സ്ട്രാ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ കമ്പി വെച്ചിട്ട് റിങ് പോലെ ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അത് തിക്നെസ് കുറവാണ്. നമ്മുടെ കീ ചെയിൻ്റെ സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു തിക്നെസ് ഒന്നുമില്ല ഈ കമ്പിക്ക്. പക്ഷേ ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ചുകൂടി തിക്നെസ് ഉള്ളത് മേടിക്കണം കമ്പി, എന്നാലേ അതിലേക്ക് കറക്റ്റായിട്ട് ആപ്റ്റ് ആവുള്ളൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്.
അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിതിങ്ങനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്ലക്കർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പം നല്ല സ്ട്രെങ്ത്തിൽ, നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും അതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ആ ഒരു പറഞ്ഞ പോലെ പ്ലക്കർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആ ഒരു 2 ലെയർ കമ്പിയാണ് ഞാൻ അതിനെടുക്കുന്നത്. അപ്പോൾ അത് ആ 2 ലെയറും തമ്മിൽ നന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റെസിൻ്റെ സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കീ ചെയിൻ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.